സ്വേച്ഛാധിപതി ആദ്യ ടാസ്കിൽ അനീഷ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അനീഷിൻ്റെ ബുദ്ധിക്കും വാക്ചാതുര്യത്തിനും മുന്നിൽ മറ്റ് മത്സരാർത്ഥികൾ തകർന്നു പോകുമോ എന്ന സംശയമാണ്. സ്വേച്ഛാധിപതിയാകാൻ എന്തുകൊണ്ട് മറുപടി കേട്ടപ്പോൾ അനീഷ് നല്ല മറുപടിയാണ് കൊടുത്തത്. സ്വേച്ഛാധിപതിയാകാൻ അനീഷ് എന്തുകൊണ്ടും യോഗ്യനാണെന്ന് മറുപടി കേട്ടപ്പോൾ തോന്നി. രണ്ടാമത് എനിക്ക് തോന്നിയത് ജിസയിലാണ്. ജിസയിൽ സ്വേച്ഛാധിപതി ആയിക്കഴിഞ്ഞാൽ ഗംഭീര പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ആദിൽ നൂറ മികച്ച പ്രകടനമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നെവിൻ വന്നാൽ കുറച്ചും കൂടി കോമഡിയും നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും സ്വേച്ഛാധിപതി ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രമോ ആണ് വന്നത്. ഇപ്പോൾ ഒരു വടംവലിയുടെ ഒരു പ്രമോ കൂടെ വന്നിട്ടുണ്ട്. വടംവലി മത്സരമാണ് രണ്ടാമത്തേതെന്ന് തോന്നുന്നു. അത് ഇന്ന് രാത്രി 9 മണിയുടെ എപ്പിസോഡിൽ കാണിക്കും. ലൈവിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലൈവ് അപ്ഡേറ്റ് ഇടാം. സ്വേച്ഛാധിപതി എന്ന ഒരു ഭരണപ്രക്രിയ ഇനി ബിഗ് ബോസ് സീസൺ 7 ഈ ആഴ്ച ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. 2 പേരാണ് സ്വേച്ഛാധിപതി സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തായാലും 7ൻ്റെ പണി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പണി തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം.